ഇറാൻ കഴിഞ്ഞ ദിവസം മുതൽ നടത്തിയ ഒരു നീക്കമാണ് അമേരിക്കയെ പോലും അമ്പരപ്പിച്ചിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഖി ഇപ്പോൾ സൗദി അറേബ്യയിൽ എത്തിയിരിക്കുന്നു. സൗദി അറേബ്യ കൂടാതെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും കാണാനുള്ള ഒരു തിരക്കിലാണ് ഇപ്പോൾ ഈ അബ്ബാസ് അർഖി. അതിൽ പറയുന്ന ഇറാൻ ഔദ്യോഗികമായി ഇറാൻ്റെ വാർത്താ ഏജൻസിയായ ഇസ്ന ഔദ്യോഗികമായി പറയുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഗസയിലും ലെബനനിലും ഇസ്രയേലിൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര എന്ന് പറയുമ്പോഴും ഇപ്പോൾ മേഖലയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന സംഘർഷത്തിൽ ഇറാൻ്റെ ഒപ്പം ഗൾഫ് രാജ്യങ്ങൾ ഒന്നും തന്നെയില്ല. ഒപ്പം തന്നെ ഇസ്ലാമിക രാജ്യങ്ങളും പിന്തുണ ഒന്നും തന്നെയില്ല. ചില രാജ്യങ്ങൾ അവിടുത്തെ ചില നേതാക്കൾ വാക്കാലുള്ള ചില പിന്തുണകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. അവിടങ്ങളിലൊക്കെ ഇറാൻ എത്തിയിരിക്കുന്നു. അതായത് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ സാമ്പത്തിക സഹായം ആവശ്യമായി വരും. ഒപ്പം തന്നെ ഈ യുദ്ധത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താതിരിക്കുന്നതിനും ഈ ഗൾഫ് രാജ്യങ്ങളുടെ സഹായം വേണ്ടി വരും. കാരണം ഇതിലുള്ള മിക്ക രാജ്യങ്ങളും അമേരിക്കയുമായി ഒരു വലിയ സൈനിക സഖ്യം ഉള്ളതുമാണ്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി എത്തിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അമേരിക്ക സംശയത്തോടെ നോക്കുന്നത്. കാരണം ഇറാൻ എത്തുമ്പോൾ ഏതെങ്കിലും രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ ഭരണാധികാരികളോ എന്തു പറയുന്നു എന്നുള്ളതിലാണ്. നിലവിൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ നിഷ്പക്ഷതയാണ് പാലിച്ചിരിക്കുന്നത്. അത് തുടരാനാണ് സാധ്യത എന്ന് പറയുമ്പോഴും അതിൽ ചില രാജ്യങ്ങളോ ചില ഭരണാധികാരികളോ എങ്കിലും ഇറാന് പ്രത്യക്ഷത്തിൽ ഒരു സഹായം നൽകിയില്ലെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും സഹായം നൽകാനുള്ള സാധ്യതകളുണ്ടോ എന്നാണ് അമേരിക്ക നോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.